ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടത്തി. വേടന്റെ ആരാധികയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, എന്താണ് കേസ്? കൃഷ്ണരാജ്, ഇത് കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് ഈ ഒരു ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. തൃക്കാക്കരയിൽ താമസിക്കുന്ന യുവതിയാണ്. അവർ നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ച് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായി 2 വർഷത്തോളം വേടൻ, റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ബലാത്സംഗവും ലൈംഗിക ചൂഷണവും തുടർച്ചയായി നടത്തിയതെന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വേടൻ്റെ ഒരു ആരാധികയായിരുന്നു ഈ യുവതി. വേടൻ്റെ പാട്ടുകളും ഒപ്പം തന്നെ ഇൻ്റർവ്യൂകളും കണ്ട് ആരാധികയായി മാറിയ ആളാണ്. തുടർന്ന് ഇക്കാര്യം പറഞ്ഞു വേടനുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്, സൗഹൃദത്തിലാകുന്നു. ഈ സൗഹൃദം മുതലെടുത്തുകൊണ്ടാണ് വേടൻ എന്ന ഹിരൺദാസ്, റാപ്പ് ഗായകൻ, നിരന്തരമായി യുവതിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് എന്ന കാര്യമാണ് തൃക്കാക്കര പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് തുടർച്ചയായ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ IPC വകുപ്പുകൾ, കാരണം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള കേസാണ്. IPC പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ആ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് അന്വേഷണ ഘട്ടത്തിലാണ് എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഈ വിശദമായ മൊഴി തന്നെയാണ് യുവതിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ എത്തിച്ചാണ് യുവതിയെ വേടൻ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്, ലൈംഗിക ചൂഷണം ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റുകളിൽ വെച്ചടക്കം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് എന്ന കാര്യം യുവതി പരാതിയിൽ നൽകിയിട്ടുണ്ട്. വേടനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ കഞ്ചാവ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട്, ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വേടന് ഒരു വീരപരിവേഷം ചില കോണുകൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് മാറി. തുടർന്ന് ഈ കേസ് തനിക്ക് തന്നെ സഹായകരമായ ആ ഒരു കേസ് എന്ന കാര്യങ്ങളെല്ലാമായിരുന്നു വേടൻ പലപ്പോഴായി പറഞ്ഞിരുന്നത്. അതിനുശേഷം ആണ് ഇപ്പോൾ ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതി തന്നെ വേടൻ എന്ന ഹിരൺദാസിനെതിരെ വന്നിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് ലൈംഗിക പീഡന പരാതികൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. വേടൻ്റെ ഈ പല സ്റ്റേജ് പരിപാടികളും കണ്ട് ആരാധകരായി മാറുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ അവരാണ് ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ യുവതി അത്തരത്തിൽ വേടൻ്റെ പരിപാടികളും ഒപ്പം തന്നെ ഇൻ്റർവ്യൂകളും കണ്ടാണ് ഒരു ആരാധികയായി മാറിയത് എന്ന കാര്യമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അത് കൃത്യമായി തന്നെ വേടൻ മുതലെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ യുവതിയെ വശത്താക്കുകയായിരുന്നു എന്ന കാര്യമാണ് ആ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് തുടർച്ചയായ ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ഇരയാക്കിക്കൊണ്ടിരുന്നത് എന്ന കാര്യമാണ് ഈ ഒരു പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം, ഇതിനിടയിൽ പലതവണ വിവാഹ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് പറഞ്ഞതിന് ശേഷം പല ഭാഗങ്ങളിൽ എത്താൻ പറയുന്നു. അവിടെ വെച്ച് തുടർച്ചയായി ബലാത്സംഗം ചെയ്യുന്നു എന്ന കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 വർഷം, അതായത് 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയാണ് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ലൈംഗിക പീഡനം, ലൈംഗിക ചൂഷണം, ബലാത്സംഗം നടത്തിയത് വേടൻ എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ വേടൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം മറ്റ് ഫ്ലാറ്റുകളിൽ വെച്ചും വേടൻ്റെ താമസ സ്ഥലങ്ങളിൽ വെച്ചും ഇത്തരത്തിൽ ലൈംഗിക പീഡനങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മറ്റ് സുഹൃത്തുക്കളുടെ കൂടി അറിവോടെ ആയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി രേഖപ്പെടുത്തുന്നത്. എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരാതി രേഖപ്പെടുത്തുന്നത്. ഈ പരാതിയിൽ വിശദമായി തന്നെയുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് FIR
ഇട്ടിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള FIR ആണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതനുസരിച്ചാണ് വേടൻ കേസ് നടപടികളെ നേരിടേണ്ടി വരിക എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. യെസ്, ജിജീഷ് തുടരണം. ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു തുടരെ എന്നാണ് പരാതി.